നച്ചൊരു സൂത്രപണി ചെയ്യാൻ പോവാണ് കേട്ടാ. പച്ചരിയാണ് കേട്ടാ. പച്ചരി വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് ഉണക്കുകയാണ്. എൻ്റെ ബനിയനിലാട്ടാ, പന്ത് കളിക്കുന്ന ജേഴ്സിയിലാണ്. വേഗം ഉണങ്ങിക്കോളൂ. ജേഴ്സി കനം കുറവായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോക്കോളൂ. കുനിയന്മാര് ഗടികൾ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടാ ഉണങ്ങി. ഇന്ന് ദിയക്കുട്ടിക്ക് ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പോകണം. വെള്ളം മാറുന്നുണ്ട്, എടുക്കാൻ പോട്ടാ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ ബനിയനിലിട്ടിട്ട് പച്ചരി കഴുകി എടുത്താൽ മതി, വേഗമാവും. സെറ്റപ്പ് പരിപാടിയാണ്. ജേഴ്സി ആകുമ്പോൾ പോളിസ്റ്റർ ആണ്, പിന്നെ വല ടൈപ്പാണ്. അപ്പോൾ പിള്ളേരുടെ പന്ത് കളിക്കുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ സൂപ്പറായി. അടിപൊളിയായിട്ട് കിടന്നല്ല. വെള്ളം പെട്ടെന്ന് തന്നെ മാറുന്നു. ഒരു സെറ്റപ്പ് പരിപാടിയാണ്. അപ്പോൾ നാളേരൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. വരിക ഇതിൻ്റെ ഉള്ളിലെ പച്ചരി. അപ്പം ഇന്ന് ദിയക്കുട്ടിക്ക് അവലോസ് പൊടി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മളത് ഉണ്ടാക്കി സെറ്റപ്പ് ആക്കിയിട്ട് കഴിക്കാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവലോസ് ഉണ്ടാക്കിയൊക്കെ, അതായത് അവലോസ് ഉണ്ടല്ല, അവലോസ് പൊടിക്ക് നനച്ചെടുക്കണത്. അപ്പോൾ നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്, പച്ചരി വെള്ളത്തിൽ കുതിർത്തി ഉണക്കി എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പുവെള്ളം, പിന്നെ ജീരകം. ഇത് ഞാൻ മൊബൈലിൽ കണ്ടിട്ട് ചെയ്യണതാട്ടോ. എന്തായാലും ട്രൈ ചെയ്യാം. കൃഷിയ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ റെഡിയാക്കി തരാം. ഓക്കെ, സെറ്റ് ചെയ്തോ. ഇതിലേക്ക് നാളികേരം തട്ടുക, അല്ലെങ്കിൽ ഇത് ഇതിലേക്ക് തട്ടിക്കോ. അപ്പോൾ നാളികേരം ചിരകിയിലേക്ക് നമ്മൾ അരിപ്പൊടി തട്ടി. ഓക്കെ, സെറ്റപ്പ്. ഇനി പാകത്തിന് ജീരകമല്ല, ഇങ്ങനെയൊക്കെ ഇടും. കാണുന്നതൊക്കെ ഇടുക, കാണുന്നവിടെ ഗ്യാപ്പുള്ളവിടെയൊക്കെ ഇടുക. ഓക്കെ, ഇപ്പം തന്നെ ഒരു ഏകദേശം വെള്ളമുള്ള പോലെ ഉണ്ടല്ലേ, നാളികേരത്തിന് നനവുള്ള കാരണം. മതി, ഞാൻ കുട്ടി കയ്യിലാക്കണ്ട കേട്ടോ. ഇവിടെ ഒരാൾ മാന്തി കളിക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ പനിയും കീറിയോ? നമുക്ക് കാണാനില്ലേ ഭാഗ്യം, ആൾക്കാർക്ക് കാണാണ്ട്. ഇനി പൊളം പാകത്തിന് തെളിച്ചെടുക്കുക. ജീരകായൻ്റെ കറുപ്പ് എള്ളും എടുത്തുണ്ടല്ലോ. എള്ള് എന്ത് ചെയ്യുന്നുണ്ട്? എള്ള് ലാസ്റ്റ് ഇട്ടാൽ മതി അല്ലേ? എന്നാ ഞാൻ ലാസ്റ്റ് എടുക്കാം. ഇനി വെള്ളം ഒഴിച്ചോ. ഒരു ഉപ്പ് വെള്ളം ലേശം തെളിച്ചിട്ട് ഇതേ ഒരു നനവിൽ തന്നെ സെറ്റ് ചെയ്തെടുത്താൽ മതിയിട്ട്. വിഷന്ന് മുടിയൊക്കെ പരത്തിയിട്ടിട്ട് കരിങ്കളിയല്ലേ കുടുങ്ങല്ലൂരും അങ്ങനെ സെറ്റപ്പ് ആക്കി മൊത്താക്കി കോട്ടെ, മൊത്താക്കി. എല്ലാവിടേക്കും വെള്ളം തെളിക്കി കുറച്ച്. അങ്ങനെ ഇനി ആ ഒരു വെള്ളത്തിൽ മൊത്തം അവിടെ നനച്ചോ. മറച്ചെടുക്കും. മൊത്തം മറിച്ചോ, അപ്പോൾ വലിയ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ. അപ്പോൾ ആ അവലോസ് പൊടി ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അന്ന് അരി വറുത്ത് പൊടിച്ച് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അന്നങ്ങനെ തോന്നി നമുക്ക് ഒരു അവലോസ് പൊടി ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് കണ്ടത് ഇത് സിമ്പിൾ പരിപാടിയാണെന്നുള്ളത്. പക്ഷേ സിമ്പിൾ പരിപാടിയാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാരണം അത്ര പാടൊന്നും തോന്നണില്ല. നാളികേരം പിന്നെ നമ്മുടെ തറവാട്ട് വളപ്പിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ വീണ് കിടക്കുന്നുണ്ടാവും. പിന്നെ നമുക്കുണ്ട് ഒരു തെങ്ങും കാര്യങ്ങളൊക്കെ. നമുക്ക് തെങ്ങെന്ന് പറഞ്ഞാൽ ഇതാ ബോർഡിന് നേരെ കാണാണ്ട് അത് തെങ്ങ്, നമ്മുടെ തെങ്ങാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ പിന്നിലൊരു തെങ്ങ് കൂടി ഉണ്ട്. ഇതാണ് നമുക്ക് വളപ്പിലുള്ള 2 തെങ്ങ് എന്ന് പറയുള്ളത്. പിന്നെ ബാക്കിൽ തറവാട്ട് വളപ്പിലുണ്ട് തെങ്ങ്. അവിടെ നിന്നാണ് കൂടുതൽ നാളികേരങ്ങൾ നമുക്ക് ചില സമയങ്ങളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലൊക്കെ വീണ് എടുക്കുന്നുണ്ടാവും, അവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇത് സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇങ്ങനെ ആക്കി വയ്ക്കും, സെറ്റാക്കി വയ്ക്കും. ഒന്ന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നമുക്ക് വെക്കണം. എല്ലാത്തിലേക്കും നനവെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഉണ്ണയെ വിളിക്കുന്നല്ലോ.
അപ്പോൾ പോയിട്ട് പോവാം. അപ്പോഴേക്ക് ഇതൊന്നും ആവട്ടെ. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ നനച്ച് കുതിർത്തി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരമൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പൊടി അപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തട്ടാട്ടോ. ദിയാണ് കേട്ടോ വീഡിയോ എടുക്കണത്. ദിയക്ക് വീഡിയോ എടുക്കാൻ ഹൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദിയ ബെല്ലടിച്ച പോലെ തോന്നി സ്കൂളിൽ. അച്ഛനങ്ങനെ തോന്നി ചെറുപ്പത്തിൽ വെച്ച സ്കൂളിലേ. സ്വത്തിനാണ് തോന്നിയോ? എന്റെ സ്കൂളിൽ അങ്ങനെ ബെല്ലടിക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ഇത് ബ്രൗൺ കളറാവണം അത്ര. ഇങ്ങനെ ഇളക്കിട്ട് ബ്രൗൺ കളറാവുന്നുണ്ട്. ഗ്യാസ് ലേശം കുറയ്ക്കാം. നമുക്കൊരു ചൂട് കിട്ടിയാൽ മതി. ആ ചൂടിൽ നമുക്ക് വലിയ ഉള്ളിലായിട്ട് നമ്മൾ വെച്ചേക്കണത്. അപ്പോൾ ആദ്യമായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കണത്. അവലൂസ് പൊടി ആദ്യമായിട്ട് ഉണ്ടാക്കണം. അന്ന് അരി വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഇങ്ങനെ തോന്നിയതാണ്. ഒന്ന് ദിയ നമ്മുടെ അടുത്തുണ്ടല്ലോ. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, ഹർത്താൽ ദിവസമൊക്കെ അല്ലേ. സെറ്റപ്പൊക്കെയുള്ള പരിപാടിയാണ്. ഇതുവരെ ഏകദേശം ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. തേങ്ങ കരിഞ്ഞ മണം എന്തൊക്കെ കിട്ടുന്നുണ്ട്. തേങ്ങയുടെ കരിഞ്ഞതല്ലത്, അതത് വേവുമ്പോ കിട്ടണ മണം. ഋഷിയ തേങ്ങ കരിഞ്ഞ മണം വരണ്ടെന്ന്. കരിഞ്ഞ മണം അല്ല അത്. അത് ചൂടെടുക്കുമ്പോ വേവണന്റെ മണം. തേങ്ങയിലൊരു മറ്റേ വെള്ളമൊക്കെ ഉണ്ടാവില്ല, വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയൊക്കെ മൂക്കുമ്പോഴുള്ള മണം. മുട്ടുണ്ടാക്കണ പോലത്തെ മണം. നമുക്ക് എള്ളൊക്കെ ഉണ്ട് കേട്ടോ. എള്ളൊക്കെ ഇടാട്ടോ. പിന്നെ എള്ള് വരുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ചില റീൽസിൽ കണ്ടു എള്ള് വരുന്നുണ്ടെന്ന്. അച്ഛത്തിപ്പോ വേറെ അല്ലേ കണ്ട്? അതിലെള്ളിട്ടുണ്ടായിരുന്ന അതിൽ എള്ള് ഇല്ല, പക്ഷെ വേറെ ഇപ്പൊ നമ്മളെ അരി പൊടിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ നോക്കിയപ്പോഴേ വേറൊരു വീഡിയോ പെട്ടെന്ന് കണ്ടു. അപ്പൊ അതിൽ എള്ള് കണ്ടു. ഇതിലിപ്പോ നമ്മൾ നാളികേരും പിന്നെ ജീരകവും മാത്രമല്ല ഇട്ടിട്ടുള്ളൂ. പക്ഷെ വേറെ ഇതില് എള്ള് കണ്ടു. എള്ള് നമ്മുടെ അടുത്തുണ്ട് എന്തായാലും. അപ്പൊ നമ്മളന്ന് ബാങ്കിൽ PSL അവിടെ പോയപ്പോ സൂപ്പർ മാർക്കറ്റ് പോയപ്പോ അച്ഛൻ എള്ള് മേടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തോന്നുന്നു ഒരിക്കലും ഇത് അടി പിടിക്കരുത്. അടി പിടിച്ചു കഴിഞ്ഞാലേ ഇതിന്റെ ടേസ്റ്റ് പോയി. ഓക്കെ, ഇനി നമുക്കൊരു ഏകദേശം ഇതൊന്ന് സെറ്റായിട്ട് നമ്മൾ വീഡിയോ എടുക്കണല്ലോ കേട്ടോ. ഇപ്പൊ കട്ട് ചെയ്യാം. വീഡിയോ എടുക്കുമ്പോ എത്താത്തത് കൊണ്ട് അച്ഛക്ക് സ്റ്റൂളിട്ട് നിൽക്കുക. ആ സ്റ്റൂൾ വന്നിട്ട് അതിലോട്ട് എടുക്കണല്ലേ വീഡിയോ. എന്റെ കുട്ടിക്ക് ഞാൻ സ്റ്റൂൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ, വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്, എത്താൻ വേണ്ടിട്ട്. അപ്പൊ ഇതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ 20 മിനിറ്റ് വെച്ചിട്ട് സെറ്റായിട്ട് ഏകദേശം.
എടുക്കാറായിട്ട് പിന്നെ ആയോടങ്ങിട്ട് എന്റെ മണമൊക്കെ വരുന്നുണ്ട്. കളറൊക്കെ വ്യത്യാസം വന്നു. കളറൊക്കെ മാറിയിട്ടുണ്ട്. കൊറേ നേരം ഇളക്കിയിട്ട് വെച്ചാണ്. ഇനി നമുക്ക് എടുക്കാറാകുമ്പോ അത് കാരണം അടി പിടിച്ചിട്ടില്ല. അടി പിടിച്ചിട്ടില്ല. ഇടാതെ ഇളക്കിയിട്ടുണ്ട്. ഇനി എള്ളിടാട്ടോ. എള്ള് എള്ളെടുത്തിട്ട് വരുമോ? നമ്മുടെ അടുത്ത് ചോദിച്ചാൽ മതി. അമ്മ അവിടെ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ടാവും പാത്രത്തിൽ. അപ്പൊ ഞങ്ങൾ എള്ളിടാൻ പോവാണ്. എല്ലാം ഇറക്കുമ്പോഴേക്ക് ഇട്ടാലേ ചൂടുള്ളത് മറ്റേ വെന്തോളും മൊരിയും. ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. അവിടെ കളിക്കല്ലേ. എള്ളൂരിലെ ലാശത്തുണ്ട്. പൊരിക്കാനുള്ള പരിപാടി തന്നെയാ. അപ്പൊ ഇറക്കായിട്ടാ. ഓക്കെ, റെഡി ഉണ്ട്. അപ്പൊ നമ്മുടെ ഔലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ ഞാന് ഔലോസും പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഔലോസ് പൊടി റെഡി ആക്കിയിട്ടുണ്ട്. ഇതാ ദൃശ്യ അതിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കണ്ടീഷൻ അറിയില്ല, പക്ഷെ മണം വരുന്നുണ്ട്. മണമുണ്ട്. ആദ്യമായിട്ടാ, ഫസ്റ്റാണ്. അപ്പൊ അതിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എള്ളൊക്കെ ഇട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. എന്തൊക്കെയാ കണ്ടീഷൻ അറിയില്ല. ഒരു കട്ടൻ ചായ ഒക്കെ വെച്ചോ, എന്നിട്ട് സെറ്റപ്പ്. അപ്പോൾ ഇന്നത്തെ ഹർത്താലിൻ്റെ 4 മണി ചായ സ്പെഷ്യല് കഴിച്ചു നോക്കി. അച്ഛൻ്റെ കുട്ടി പോയി പൊളിയോ സെറ്റ്. അപ്പം ഞാനും തീയും കൂടി ഉണ്ടാക്കിയതാ. ഞങ്ങൾ രണ്ടാളൊക്കെ ഉണ്ടാക്കി തന്നെ. ഓക്കെ, കഴിച്ചോ. തൊത്തോ ഉറങ്ങാണ് ഇപ്പൊ. എനിക്കും തുടങ്ങാണ്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കഴിച്ചോട്ടോ. ചാർക്കാടില്ല. ഉണ്ട പിടിക്കുകയാണെങ്കിൽ അവിടെ ദിവസം ഉണ്ട കറക്റ്റായിരിക്കും. നമുക്കിപ്പോൾ ആ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ മനസ്സിലാവണം. കഴിച്ചോ. ആ ഓക്കെ. ഉണ്ണിനെടുത്ത് ഞങ്ങൾ കൊണ്ടുതരാം. പിന്നെ അവിടെ കൊണ്ടുകൊടുക്കാം കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ ഓക്കെ, കമൻറ്റ് ചെയ്യാം.